എലവഞ്ചേരി പനങ്ങാട്ടിരി RPM ഹയർ സെക്കൻഡറി സ്കൂളിൽ ഉന്നത വിജയം നേടിയവരെ അനുമോദിച്ചു. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്ക് അവാർഡുകളും സ്കോളർഷിപ്പുകളും വിതരണം ചെയ്തു. വിജയോത്സവം 2026 പരിപാടി കെ പ്രേമൻ MLA ഉദ്ഘാടനം ചെയ്തു. ഇന്ന് അനുനിമിഷം മാറിക്കൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നമ്മുടെ കൈകളിലേക്ക്, നമ്മുടെ ഫോണുകളിലൂടെ എത്തുന്നുണ്ട് അല്ലേ? കോവിഡ് വന്നതിന് ശേഷം നമ്മുടെ വിദ്യാർത്ഥികളുടെ കൈകളിൽ മുഴുവൻ സ്മാർട്ട് ഫോണായപ്പോൾ വലിയ സൗകര്യമായി. ഇനിയിപ്പോൾ വീട്ടുകാരെ നിശ്ചിതമാണ് ഫോൺ നോക്കിയിരിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. പറ്റുമോ? പറ്റില്ല. അത് പഠിക്കാനുള്ളൊരു ഉപാധിയായിട്ട് നമ്മളെ മാറ്റി വെച്ചതുകൊണ്ട് കുട്ടികൾക്ക് അത് വളരെ സൗകര്യമായി എന്ന് മാത്രമല്ല, കൂടുതൽ കാര്യങ്ങൾ അറിയുന്ന ഈ ലോകം നമ്മുടെ വിരൽത്തുമ്പിലേക്ക് എത്തുന്ന ഒരു സാഹചര്യത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നത്. ഞങ്ങളെല്ലാം പഠിക്കുന്ന കാലഘട്ടത്ത് സ്മാർട്ട് ഫോൺ പോയി ഒരു ലാൻഡ് ഫോൺ പോലും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരുപാട് സമയം ബാക്കിയായിരുന്നു പഠിക്കാനും കളിക്കാനും ഓടാനും ചാടാനും അല്ലേ, മല കയറാനും പാടത്ത് പോകാനും പുറത്തിൽ കുളിക്കാനും എല്ലാം ഒരുപാട് സമയമാക്കുണ്ടായിരുന്നു. ഞങ്ങളുടെ തലമുറയിൽപ്പെട്ട ആളുകൾക്കുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് നമ്മുടെ കുട്ടികൾക്ക് അതിനൊന്നും സമയമില്ല, കഴിയുമില്ല അല്ലേ? ആ ഒരു സാഹചര്യത്തിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾ മാറി. ആ മാറിയതിൻ്റെ ഒരു ഗുണം എല്ലാ തലത്തിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, ഇല്ലേ ചോദിച്ചാൽ ഇല്ല. പഠന കാര്യത്തിൽ അതിൽ ഏറ്റവും ഒരു മികച്ച നേട്ടം കഴിഞ്ഞ 10 വർഷമായി നമ്മുടെ കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അല്ലേ? ഇപ്പോൾ വിജയ ശതമാനം SSLCയിലൂടെ എത്രയാ? 100. എന്താ പറയാൻ മതി? കഴിഞ്ഞ 4 വർഷമായി മികവിന്റെ കേന്ദ്രമായി 100% വിജയത്തിലേക്ക് നയിച്ച നമ്മുടെ സ്കൂളിന്റെ വിജയശതമാനം ഞാൻ ചോദിക്കുന്നത്. എലവഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേണുക കൃഷ്ണൻ സ്കോളർഷിപ്പ് വിതരണം നടത്തി. ചടങ്ങിൽ PTA പ്രസിഡന്റ് B അനന്തകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ R സുഗുണ, അംഗം S അരവിന്ദ്, മാനേജർ S വത്സല പരമേശ്വരൻ, മാനേജ്മെന്റ് പ്രതിനിധി പത്മനാഭൻ, പനങ്ങാട്ടിരി UP സ്കൂൾ പ്രധാന അധ്യാപകൻ രാമചന്ദ്രൻ, ഉണ്ണികൃഷ്ണൻ പിള്ള, ബാലൻ, വിജയലക്ഷ്മി, പത്മഹാസൻ, ഗിരിജ തുടങ്ങിയവർ പ്രസംഗിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ KP ഇന്ദു സ്വാഗതവും പ്രധാന അധ്യാപകൻ R വാസുദേവൻ നന്ദിയും പറഞ്ഞു. UTV ന്യൂസ്, പാലക്കാട്.